പാട്ട് പാടുന്ന പെട്ടിയെപ്പറ്റി മോനെ പഠിപ്പിക്കുന്ന മാഷ് പറഞ്ഞു. ഈ പാട്ട് പാടുന്ന പട്ടിയോ? അത് കേട്ടപ്പോൾ മോനൊരാഗ്രഹം, പാടുന്ന പെട്ടി ഒന്ന് കാണണമെന്ന്. വേണം, പാടുന്ന പെട്ടി കാണണം. ഈ കണ്ടില്ലേ, ഈ വാശി കാലത്തെ തുടങ്ങിയതാ. ഹും, കാലത്തല്ല, ഇവൻ ജനിച്ചപ്പോഴേ വാശിക്കാരനാ. താനൊരു പാട്ടുപെട്ടി സംഘടിപ്പിച്ച് മോനെ കാണിക്കേ. അത് ഞാൻ. എന്താ ഒരു സംശയം മടിയും? പറഞ്ഞാൽ അത് കൊണ്ടുവരണം, മനസ്സിലായോ? നാട്ടിലെ മാഷന്മാർ ഓരോന്ന് പറയും, അത് കേട്ട് താളത്തിന് തുള്ളൻ കുറെ മണ്ടന്മാരും. പാടുന്ന പെട്ടി കിട്ടിയില്ലെന്ന് തുള്ളൽക്കാരോട് പറഞ്ഞാലോ? ബെസ്റ്റ്. കടിയനോട് അങ്ങനെ പറഞ്ഞാലത്തെ സ്ഥിതി തനിക്കറിയില്ലേ? ശരിയാ, പിന്നെ കടിയൻ തൻ്റെ മുതുകത്ത് താളം പിടിക്കും, പാട്ട് തൻ്റെ വകയാവും. ഹാ, ഒരു വഴിയുണ്ട്. പാടുന്ന എലികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഹാ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ ഉഷാറായിട്ട് പാടും. എന്നാൽ അവനെ വിളി. പാട്ടെലിപ്പയ്യൻ വരുന്നുണ്ട്, ആദ്യം ഒന്ന് പാടിച്ചു നോക്കണം. പാട്ടുപാടി ഉറക്കാൻ ഞാൻ മൂഷികപ്പൂം പൈതലേ. മോനി പെട്ടിക്കകത്ത് കയറിയിരിക്കണം, എന്നിട്ട് പെട്ടിയിൽ തട്ടുമ്പോൾ പാടണം. ഒരു കുരുത്തം കെട്ട പയ്യനെ കേൾപ്പിക്കാനാ. പെട്ടി പാടുന്നതായേ തോന്നാവൂ, മോൻ പുറത്തു വരരുത്. ശരി. തട്ടിയാൽ പെട്ടി പാടുമെന്നോ? നോക്കട്ടെ. പാടും ചേട്ടാ. ഹി ഹി. ടപ്പ് ടപ്പ്. ചിന്ന ചിന്ന പൂച്ച, എലി പിടിക്കും പൂച്ച. ഏ, ഈ പെട്ടിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന കൂർക്കുഎലിയുടെ ശബ്ദമാ. ഏ, എലിപ്പയ്യ ഇവൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നോ? അത് പിന്നെ സാങ്കേതികവിദ്യ വികസിച്ചത് കൊണ്ടാ. പോയിട്ട് ഉച്ചയ്ക്ക് വരാം, പാട്ടുപെട്ടി തിരിച്ചു കൊടുക്കണം. പരം 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 പരമ ചുണ്ടലി. എടോ നിൽക്ക്. ചതിച്ചു, അകത്ത് എലിയാണെന്ന് മണ്ടന് പിടികിട്ടി കാണും. മോനൊരാഗ്രഹം, ഇതുപോലെ മോൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരുടെയും ശബ്ദമുള്ള പാട്ടുപെട്ടി വേണമെന്ന്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ